കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കടൽമാർഗം നീക്കം ചെയ്യുമെന്ന് കമ്പനി നിയോഗിച്ച ടീം അംഗങ്ങൾ. കടലിൽ കാറ്റും തിരയും രൂക്ഷമാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം കടലിന്റെ അവസ്ഥയും നോക്കി കൊണ്ടുപോകുമെന്നും അറിയിച്ചു. തകർന്ന കണ്ടെയ്നറിനുള്ളിൽ നിന്ന് പേപ്പർ റോളുകൾ തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. വിദഗ്ധ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തും. അതേസമയം കണ്ടെയ്നറിലെ അവശിഷ്ടങ്ങളിൽ തുടരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. NDRF സംഘം ശക്തികുളങ്ങരയിൽ പരിശോധന നടത്തി. ഇതിലൊരു അസാർട്സ് ഉണ്ട്, ആരും അടുക്കരുതെന്നൊക്കെ പറഞ്ഞൊരു അലർട്ട് മെസ്സേജ് ഇപ്പോഴും വാലിഡ് ആണ് ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്തായിരുന്നു അതിലെന്നുള്ളൊരു ചോദ്യം. അല്ല, നമ്മളിപ്പോൾ അത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പാനിക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും അറിയിക്കുന്നതാണ്. അതെ. ഇനിയിപ്പം ഇതെല്ലാം നമുക്ക് കസ്റ്റംസ് ആക്ട് പ്രകാരം സീസ് ചെയ്തിട്ട് നമ്മൾ ഫർദർ ഡയറക്ഷൻസ് ഏതാണോ ഏജൻസി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുന്ന അവർക്ക് കൊടുക്കും. അവരതിനെ സേഫായിട്ട് അത് സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതെ സീസ് ചെയ്യണം. ഇന്നിപ്പോൾ അതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കണ്ടെയ്നർ നമ്പേഴ്സ് എടുക്കുന്നേ ഉള്ളൂ. എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിൽ കണ്ടൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സീഷർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ എങ്ങനെ നീക്കം ചെയ്യും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്? രോഹിണി, ആദ്യഘട്ടത്തിൽ റോഡ് മാർഗം കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. പിന്നീട് റോഡ് മാർഗം ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അതിനുശേഷമാണ് കടൽ മാർഗം തന്നെ ഇത് കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം അതായിരിക്കും കൂടുതൽ എളുപ്പത്തിൽ നടക്കുക. അതായത് കടൽ പ്രക്ഷുബ്ധമാണ്, തിരകളൊക്കെ ഇങ്ങനെ തന്നെ രൂക്ഷമാണ്, അതോടൊപ്പം കാറ്റുമുണ്ട്. എങ്കിൽ പോലും ചില സമയങ്ങളിലൂടെ മാത്രം കൊണ്ടുപോകാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതിനൊരു ശ്രമം നടത്തും. അല്പസമയത്തിനകം തന്നെ ബോട്ട് ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4:30 മുതൽ 6:30 വരെയുള്ള സമയമാണ് വേലിയിറക്കം. അതായത് ഈ കടലിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ വലിച്ചു കൊണ്ടുപോകാൻ, അതായത് കടൽ മാർഗം കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. റോഡിലൂടെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് നേരത്തെ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ചെറിയ റോഡുകളാണ്, പലതും പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം വരും. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല മേഖലയിലും ഉണ്ടാകും. ജനവാസ മേഖലയാണ്. ഏതായാലും കണ്ടെയ്നറുകൾ നിരവധിയായി ഈ തീരത്തൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ചില കണ്ടെയ്നറുകൾ തകർന്ന നിലയിലാണ്, പലതും ശൂന്യമാണ്. അതായത് 643 കണ്ടെയ്നറുകൾ ഷിപ്പിലുണ്ടായിരുന്നെങ്കിൽ അതിൽ 73 ഈ കണ്ടെയ്നറുകൾ കാലി കണ്ടെയ്നറുകളാണെന്നും അതോടൊപ്പം തന്നെ 13 അപകടകരമായിട്ടുള്ള വസ്തുക്കളുള്ളതാണെന്നും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഇതിനടുത്ത് പോകരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പല കണ്ടെയ്നറുകൾ, അതായത് 27 കണ്ടെയ്നറുകൾ അടിഞ്ഞതിൽ 4 കണ്ടെയ്നറുകൾ ഈ അതിൽ നിന്നും തുണിയും അതോടൊപ്പം തന്നെ ഈ ന്യൂസ് പേപ്പർ റോളുകളുമൊക്കെ കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഈ ഗ്രീൻ ടീ അടക്കം ഈ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ കണ്ടെയ്നറുകളിൽ നിന്നും വരുന്ന വസ്തുക്കൾ തുടരുതെന്നുള്ള നിർദ്ദേശം, അതായത് അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം, തെർമോകോളുകളടക്കം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഈ കണ്ടെയ്നറുകൾക്കുള്ളിലുണ്ടായിരുന്ന പല വസ്തുക്കളും ഇതുപോലെ ഓരോ മേഖലയിലായി വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ അധികൃതർ എത്തി പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ ഈ വാട്ടർ സാമ്പിളുകളടക്കം ശേഖരിച്ചു, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം തന്നെ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലൊക്കെ ഈ കണ്ടെയ്നറുകളൊക്കെ ശൂന്യമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ മഞ്ഞ നിറത്തിൽ കാണുന്ന കണ്ടെയ്നറിലാണ് ഈ പേപ്പർ റോളുകളുള്ളത്. നമുക്കത് പുറത്തൊക്കെ കാണാൻ പറ്റും. പലതരത്തിൽ പേപ്പർ റോളുകൾ അടക്കം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചെറിയ ചെറിയ ക്യാനുകൾ ഈ കണ്ടെയ്നറുകളിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ളതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കൂടുതലായി വന്നടിയുന്ന ഒരു സ്ഥലമാണ് ഈ സമീപ തീരമായിട്ടുള്ള നീണ്ടകരയിലും അതോടൊപ്പം തന്നെ ഈ പരിമളം ഈ മേഖലയിലൊക്കെയാണ്. ഇപ്പോൾ ശക്തികുളങ്ങരയിലാണ് ഇത്രയും, അതായത് 3 ഉള്ള ഒരു സെറ്റും 2 സെറ്റ് 3 കണ്ടെയ്നർ ഉള്ളതും പിന്നീട് 2 അങ്ങനെ ആകെ കണ്ടെയ്നറുകളൊക്കെ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കടൽ തിര അങ്ങനെ രൂക്ഷമായി നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അധികൃതരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു.
കാരണം ഈ സമയമാണ് ഉള്ളത്. അതായത് ഈ 4:30 മുതൽ 6:30 വരെ ആ ഒരു വേലിയിറക്ക സമയത്ത് നീക്കം ചെയ്യുന്ന ബുദ്ധിമുട്ട് എത്തരത്തിലാകുമെന്നുള്ളതൊക്കെ നോക്കണം. എന്തായാലും അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അധികൃതരൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്. അവിടെ നിന്നും ബോട്ട് പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ കാറ്റിൻ്റെയും ഈ തിരയുടെയും ഒക്കെ ഈ ഒരു കടൽ ഇങ്ങനെ പ്രക്ഷുബ്ധമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ആദ്യം ഈ കടൽ മാർഗം കൊണ്ടുപോകുന്ന തീരുമാനം ഉപേക്ഷിച്ചിരുന്നു. റോഡ് മാർഗം കൊണ്ടുപോകാമെന്നാക്കി. എന്നാൽ റോഡ് മാർഗം കൂടുതൽ ബുദ്ധിമുട്ടാകും എന്നത് മനസ്സിലാക്കി തന്നെയാണ് വീണ്ടും ഈ കടൽ മാർഗം കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ശക്തികുളങ്ങരയിലടക്കം നിരവധിയായി കണ്ടെയ്നറുകൾ എത്തുന്നു. കൊല്ലം ബീച്ചിലേക്കും കണ്ടെയ്നറുകൾ, അതായത് ഒഴുകിയെത്തുന്ന കണ്ടെയ്നറുകൾ ഓരോ തീരത്തേക്കും പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കപ്പൽ മറിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഈ കണ്ടെയ്നറുകളാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ മേഖലയിലേക്കൊക്കെ എത്തി. ഇന്ന് പുലർച്ചയോടെയാണ് ഈ കരയ്ക്കടിയത്. കടൽ ഭിത്തികളിലൊക്കെ ഇടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇനിയും കണ്ടെയ്നറുകൾ എത്താമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. കാരണം ഈ ഒരു മേഖലയിലേക്കാണ്, അല്ലെങ്കിൽ ഈ ആലപ്പുഴ കൊല്ലം തീരത്തേക്കാണ് ഈ കാറ്റിൻ്റെ ശക്തിയും അതോടൊപ്പം തന്നെ ആ ഒരു ദിശയിലേക്ക് വരാനാണ് സാധ്യത എന്നാണ് അധികൃതരൊക്കെയും പറയുന്നത്. അതുകൊണ്ട് തന്നെ 643 എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സംഖ്യ ഈ കണ്ടെയ്നറുകൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ 100 കണക്കിന് കണ്ടെയ്നറുകൾ ഇങ്ങനെ ഈ ഭാഗത്തേക്കൊക്കെ വന്നു ചേരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓരോ മേഖലയിലും, അതായത് ഇരവിപുരത്തേക്ക് അടക്കം, ഇവിടെ നിന്നും കിലോമീറ്ററുകളുള്ള ഇരവിപുരത്തേക്കടക്കം ഈ കണ്ടെയ്നറുകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഒഴുകിയെത്തുന്ന കണ്ടെയ്നറുകൾ കണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അത് നിലവിൽ പരിശോധിച്ചപ്പോൾ ഇവിടെയുള്ള അധികൃതരൊക്കെ പറയുന്നത് അത്തരത്തിലൊരു സാഹചര്യം നിലവിലില്ല. എങ്കിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം ഈ കണ്ടെയ്നറുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ അത് പരിശോധിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാലും ഈ നമ്പറുകൾ വെച്ചാണ് ആദ്യമൊക്കെ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. ഇതിൽ ഓരോ കണ്ടെയ്നർ നമ്പറും ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ അധികൃതർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കം ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് വ്യക്തമാക്കിയത് ഈ നമ്പറുകൾ അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 13 കണ്ടെയ്നറുകൾ ഈ കണ്ടെയ്നറുകൾ അല്ല എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ ഉണ്ടെങ്കിൽ, അതിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതയോടുകൂടി മാത്രമേ അതിന് അടുത്തേക്ക് പോകാവൂ എന്നുള്ളതാണ്. ഏതായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ ഒരു നിർദ്ദേശം ജനങ്ങൾക്കടക്കം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ 13 കണ്ടെയ്നറുകൾ ഒന്നുകിൽ കടലിൽ താഴ്ന്നു പോയിട്ടുണ്ടോ അതോ കരയ്ക്കടിയാനുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.